ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ 11 മണിയൊക്കെ ആവുന്ന ടൈമിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങും കേട്ടോ. നമ്മൾ ഫാർമസിസ്റ്റുകളും ലാബ് ടെക്നീഷ്യൻസും എല്ലാവരുടെ കൂടി ഒരു ചായ കുടിയുണ്ട് കേട്ടോ, അത് പതിവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് ഇവിടെ കിട്ടുന്ന സ്നാക്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക്, അതായത് ലക്ഷദ്വീപിൽ എപ്പോഴും നമ്മുടെ ദ്വീപിൽ, നമ്മളുള്ളത് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ്. അപ്പോൾ ഇവിടെ മിക്കപ്പോഴും കിട്ടാത്ത ഒരു സ്നാക്സ് ഇന്ന് കണ്ടു കേട്ടോ, അതായത് നമ്മുടെ ഉഴുന്നുവടയും ചട്നിയും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന സ്നാക്സുകൾ എന്ന് പറഞ്ഞാൽ കട്ട്ലറ്റ്, സമൂസ, അതുപോലെ തന്നെ എഗ് പപ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഉഴുന്നുവടയും ചട്നിയൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക് ഉഴുന്നുവടയും ചട്നിയും കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. എന്നാൽ പിന്നെ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ അല്ലെങ്കിൽ കിട്ടുന്ന സാധാരണ സ്നാക്സുകൾ അതൊക്കെയാണ് കേട്ടോ. പിന്നെ ദേ നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നാണ്, ഒരാൾക്ക് കട്ടൺ, ഒരാൾക്ക് കോഫി, ഒരാൾക്ക് ചായ, അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും സ്നാക്സും അതുപോലെ തന്നെ ചായയൊക്കെ എടുത്ത് കൊണ്ടുവച്ച് പതുക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടുള്ള ഉഴുന്നുവടയൊന്നും അല്ല, എങ്കിൽ തന്നെയും കുഴപ്പമില്ലായിരുന്നു. ഒരു ഭയങ്കര ഇഷ്ടം, അതായത് കിട്ടാതിരിക്കുന്ന ടൈമിൽ കിട്ടുമ്പോഴത്തേക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അങ്ങനെ തന്നെ. അപ്പോൾ ദേ നമ്മൾ കട്ടനും ഉഴുന്നുവടയും ചട്നിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് ഇവിടെ ഈ കോടില്ല ഷിപ്പിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടികളൊക്കെ ദേ തിരക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദേ നമുക്ക് നാട്ടിൽ നിന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ദേ നമ്മൾ പെട്ടി പൊട്ടിച്ചപ്പോഴത്തേക്ക് ആദ്യം തന്നെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രസ്സുകളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഷോപ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ദേ നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ അതൊക്കെ ഞാൻ ഒരു വശത്തോട്ടെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു കവർ പൊട്ടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ചുരിദാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ അത് പെരുന്നാളിന് വേണ്ടിയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ചുരിദാറാണ്. അപ്പോൾ ദേ അതും നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു. പിന്നെ എൻ്റെ ഒരു ഗ്ലാസ് നാട്ടിലായി പോയായിരുന്നു, അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ജോഡി ചെരുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ചെരുപ്പ്, അപ്പോൾ അത് ഞാനൊന്ന് ഇട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, കൊള്ളാവുന്നൊക്കെ ഇട്ടൊക്കെ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ ദേ നമ്മുടെ മെയിൻ സംഭവം, ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാഴ്സൽ അവിടെ നിന്ന് അയച്ചു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. ഇത് എന്താണെന്നറിയോ, നമ്മുടെ ചക്ക വാട്ടി ഉണക്കി കൊടുത്തു വിട്ടാണ് കേട്ടോ. അപ്പം ചക്ക സീസണിലൊക്കെ ഞാൻ ഇവിടെ ആയത് കാരണം നമുക്ക് ചക്ക വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ അമ്മ അത് ചക്ക വാട്ടി ഉണക്കിയൊക്കെ സെറ്റാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ദേ ഞാൻ ആ ചക്ക വാട്ടി ഉണക്കിയതായതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി. അപ്പോൾ അതേ കുതിർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക എടുത്ത് സാധാ ചക്ക വേവിക്കുന്ന പോലെ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അരപ്പും ഉപ്പും ഒക്കെ ചേർത്ത് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. അതുപോലെ തന്നെ നമ്മൾ മോര് കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ എല്ലാം റെഡിയായി ടേബിളിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷം, ചക്ക കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണെന്ന്. നല്ല തേങ്ങ അരച്ച മെട്ടിയുടെ കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ മെട്ടി പൊരിച്ചത്, പിന്നെ അതെ നല്ല അടിപൊളി ചോറ്. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ചക്ക, വാട്ടി ഉണക്കി കൊടുത്തുവിട്ട ചക്ക ദേ നമ്മൾ അടിപൊളിയായിട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നെ ചക്ക ഉള്ളപ്പോൾ എന്തായാലും ഇച്ചിരി മോരുകറി വേണം. ഇതേ തേങ്ങ അരച്ച നല്ല മോരുകറി, അടിപൊളി. പിന്നെ ഇതാ വെള്ളം. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. ഇച്ചിരി ചോറെടുക്കണം. ചക്ക ഉള്ളപ്പോൾ ചോറ് കുറച്ച് കഴിച്ചാൽ മതി. ഞാൻ ഇച്ചിരി ചക്ക വേവിച്ചത് നമ്മുടെ മെയിൻ സംഭവം, മൈ ഫേവറേറ്റ് ചക്ക വേവിച്ചത്. ഇച്ചിരി മീൻകറി ഒഴിക്കണം, ഒരു കഷ്ണം മീനും ഇച്ചിരി മീനിൻ്റെ ചാറും കൂടെ ഒഴിച്ചിട്ട് മീൻ പൊരിച്ചത് എന്തായാലും വേണമല്ലോ. അയ്യോ എന്നിട്ട് വാ.
ഇച്ചിരി മോര് കറി എന്തായാലും ഒഴിക്കണം. മോര് കറി ഒഴിക്കാതിരിക്കും അല്ലേ? ഇച്ചിരി മോര് കറിയും കൂടെ സൈഡിലോട്ട് വെച്ചിട്ട് കഴിച്ചാൽ മതി. ഇറക്കട്ടെ. നല്ല ചോറ്, ചക്ക, ഞാൻ കറി വെച്ച മീനിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിക്കണം. അപ്പോൾ ഇനി വൈകുന്നേരം, അതായത് ഒരു സന്ധ്യയൊക്കെ ആയി കേട്ടോ. ആ ടൈമിൽ നമ്മളൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വെസ്റ്റേൺ ജെട്ടിയുടെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്തൊക്കെ വന്നാൽ നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്കുള്ള ചായയും കട്ടണും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ സ്ഥിരം ഒരു കട്ടൺ കുടിക്കുന്ന ആളായിട്ട് മാറിയിരിക്കുവാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കിട്ടിയൊരു ശീലമാണിത് കേട്ടോ, ഈ കട്ടൺ കുടിക്കുക എന്നുള്ളത്. ഇവിടെ മിക്ക ആൾക്കാരും കട്ടൺ കുടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അത് കണ്ടൊരു ശീലമായി പോയതാണ്. അപ്പോൾ കൂട്ടത്തിൽ നല്ല ചൂട് പഴംപൊരിയും അതുപോലെ തന്നെ നമ്മുടെ സുഖിയനുണ്ടല്ലോ അതും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ചൂട് സ്നാക്സുകളായിരുന്നു. അടിപൊളി. ഗിനീഷ് എടുത്ത് ചൂടുണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ട്. നല്ല ചൂട് പഴംപൊരി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഒന്ന് ബീച്ച് റോഡ് വഴി നമ്മുടെ ലഗൂൺ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് രാത്രി ആയിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ ലഗൂൺ ബീച്ചിലെത്തി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ലൈറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തൊന്നും ഈ ലഗൂൺ ബീച്ചിലോട്ടൊന്നും അധികം വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു മണലിലൊക്കെ ഒരുപാട് പേരിരിക്കുന്നുണ്ട്, ബീച്ചിലൊക്കെ ഒരുപാട് പേരിരിക്കുന്നുണ്ടായിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാത്രിയിൽ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ഭക്ഷണം ഇന്ന് നമ്മൾ പഴങ്കഞ്ഞിയായിരുന്നു കേട്ടോ. അതായത് ചോറ് തലേ ദിവസത്തെ അല്ല, നമ്മുടെ ഉച്ചത്തെ ചോറ് തന്നെ എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചക്കയും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതുപോലെ തന്നെ ഉപ്പും പിന്നെ കാന്താരിമുളക് ഇല്ലാത്തത് കൊണ്ട് നല്ല പച്ചമുളകും ഒക്കെ ഇട്ട് അങ്ങോട്ട് ഞെരടി നല്ല പഴങ്കഞ്ഞി പോലെ കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിലും ചക്ക വെക്കുന്ന ദിവസം അന്ന് രാത്രി ഞാനിതുപോലെ പഴങ്കഞ്ഞി പോലെ കലക്കി കുടിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല മീൻ പൊരിച്ചുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മീൻ പൊരിച്ചതിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് പഴങ്കഞ്ഞി ഇങ്ങനെ ഞെരടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് അടിപൊളിയായിട്ട് ചക്ക വേവിച്ചത് മീൻകറിയൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ 3-4 വർഷമായിട്ട് നമ്മൾ ചക്ക നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ലക്ഷദ്വീപിൽ ചക്ക കിട്ടത്തില്ലെന്ന്. ലക്ഷദ്വീപിൽ ചക്ക കിട്ടത്തില്ല കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ ശീമച്ചക്ക ഉണ്ടല്ലോ, അത് കിട്ടും ഇവിടെ. പക്ഷേ എങ്കിൽ നമ്മുടെ ചക്ക ഇവിടെ കിട്ടത്തില്ല. നമ്മുടെ പ്ലാവ് ഇവിടെ ഒരുപാട് പേര് വെച്ച് പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും ശരിയായിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളവർ നമ്മുടെ ചക്ക കഴിക്കും, പക്ഷേ അത് കേരളത്തിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് പഴുപ്പിച്ച് കഴിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവരാറുണ്ട് ചക്ക. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ വർഷം കൊണ്ട് ചക്ക സീസണിൽ ചക്ക കഴിക്കാൻ പറ്റാതെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് അമ്മ ആണെങ്കിൽ ചക്ക ഒന്ന് പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കി സെറ്റാക്കി സ്പീഡ് പോസ്റ്റിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടി കേട്ടോ. അത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചല്ല, എന്തോ പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടി. അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അത് അടിപൊളിയായിട്ട് ചക്കയൊക്കെ വേവിച്ച് കഴിച്ചു. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കാണാനുണ്ട്. നമ്മൾ കേരളക്കാരെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു സംഭവമല്ലേ ചക്ക വേവിച്ചതും മീൻ കറിയൊക്കെ, നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൊടുത്തു വിടാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചക്കയൊന്ന് പുഴുങ്ങിയിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. ഒത്തിരി വെയിലൊന്നും കൊള്ളിക്കണ്ട, 1-2 വെയിൽ കൊള്ളിച്ചാൽ മതിയാവും. എനിക്ക് തോന്നുന്നു നമ്മുടെ ചക്ക 2 ദിവസത്തെ വെയിലാണ് കൊണ്ടത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.